شوقا ولطيبة ذرفت عشقا فأتيت إلى حبيبي فاهدأ يا قلب ورفقا صل على محمد السلام عليك قد عيناي شوقا ولطيبة ذرفت عشقا فأتيت إلى حبيبي فاهدأ يا قلب ورفقا صل على. നമസ്കാരം. സ്മാർട്ട് ക്ലാസ് റൂം ഏലൂർ നഗരസഭാ ചെയർമാൻ ശ്രീ എ ഡി സുജിൽ ഉദ്ഘാടനം ചെയ്തു. ഏലൂർ വടക്കുംഭാഗം മഹൽ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നൂറുൽ ഹുദ മദ്രസയിൽ വിദ്യാർത്ഥികൾക്കായി സ്മാർട്ട് ക്ലാസ് റൂം ആണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. 100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ പലവിധ നിറങ്ങളോടുകൂടി വ്യത്യസ്ത പഠന വാചകങ്ങൾ പെയിന്റിൽ എഴുതി സ്മാർട്ടാക്കിയാണ് റൂം ഒരുക്കിയിട്ടുള്ളത്. പരിപാടിയിൽ പ്രസിഡന്റ് അമാനുള്ള അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൽ വഹാബ് സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി TP സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. ചീഫ് ഇമാം ഷറഫുദ്ദീൻ അൽ ഫാദലി, അധ്യാപകരായ അബ്ദുസലാം അഹ്സനി, മുഹമ്മദ് ഷിഹാബ് ഉവൈസി, മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുറഹ്മാൻ PK, KM ജമാൽ, കരീം ഷാ, നിയാസ്, ഇസ്മായിൽ മൂപ്പൻ, അജിത് ഷാ, സിറാജുദ്ദീൻ, അജാസ് എന്നിവർ സംസാരിച്ചു. കബീർ അസ്ലമി പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുൽ ഖാദർ ഹാജി, ഫൈസൽ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ആധുനിക സാഹചര്യങ്ങൾക്കനുസൃതമായി മദ്രസാധ്യാപനവും ആ രീതിയിലേക്ക് മാറ്റുക. കാരണം ഇന്നിപ്പോ കൂടുതൽ നമ്മള് വിഷ്വൽ, അതായത് പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാളും നേരിട്ട്, അതായത് ഒരു വിഷ്വൽ കണ്ട് പഠിച്ചാൽ അതിനെ കൂടുതൽ മനസ്സിലിരിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ കാര്യം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഭാഗവാക്കാണ്, മനസ്സിലാണ്. പക്ഷെ ഒരു പുസ്തകം വായിച്ചപ്പോ എല്ലാം കിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ പുതിയ സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള മദ്രസാ പഠനം മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ പള്ളി മുൻകൈയെടുത്തതില് നമുക്ക് പ്രത്യേകം പള്ളിയെ അഭിനന്ദിച്ചുകൊണ്ട്, ഏതൊരു നന്മയെയും നിങ്ങൾ നിസ്സാരമാക്കി കാണരുത് എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാരണം ഏത് നന്മകളാണെങ്കിലും അത് ആരിൽ നിന്നാണെങ്കിലും നന്മയാണെങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ് എന്ന് പുന്നാര ഹബീബ് പറഞ്ഞത് കാണാം. സന്തോഷകരമായിട്ടുള്ള ഒരു സുദിനത്തിലാണ് നാം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ നാളുകളായി നാം ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഈ മദ്രസ സ്മാർട്ടാക്കണം എന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിന്റെ ഒരു ആരംഭഘട്ടം ആദ്യം നമ്മൾ കഴിഞ്ഞു എങ്കിലും അത് പൂർത്തീകരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട PTA കമ്മിറ്റി ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ ചെലവ് ചെയ്ത് ഈ മദ്രസ സ്മാർട്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. സിലബസിന് AAU ആണല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒന്നുകൂടി വ്യക്തത വരുന്ന രീതിയിൽ നോട്ട്സുകളൊക്കെ വരുന്നത് നമ്മൾ ഓൺലൈനായിട്ട് നോട്ട്സ് വരണം. അപ്പൊ അത് പഠിപ്പിക്കാനുള്ള സൗകര്യം നമ്മൾക്ക് ഉണ്ടായില്ല. അതുപോലെ നമ്മളിവിടെ ഇവിടെ ഇത് വരും, നമ്മുടെ സംസ്ഥയിൽ നിന്ന് ഇവിടെ ഇൻസ്പെക്ഷൻ എന്ന സ്ഥലന്മാരുണ്ട്. ആ വിസിറ്റിംഗ് വരുന്ന ആളുകൾ നമ്മുടെ എല്ലാ ഒരു 4 കൊല്ലമായിട്ട് റിപ്പോർട്ടിൽ എഴുതുകയാണ് നമുക്കൊരു ഓൺലൈൻ ക്ലാസ് റൂം റെഡിയാക്കണം. അന്നത്തെ നമ്മുടെ PTA അത് ഏറ്റെടുക്കുകയും ഒട്ടനവധി ആളുകളുടെ സഹായത്തോടു കൂടി നമുക്ക് അത്യാധുനിക രീതിയിൽ ഒരു ക്ലാസ് റൂം സജ്ജീകരിക്കാൻ അൽഹംദുലില്ലാഹ് സഹായത്തിന് സാധിക്കട്ടെ. ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു സംവിധാനം പരിപൂർണമായത് ഇപ്പോഴാണ്. ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ മദ്രസയിലെ സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനം. ഇത് നല്ല രീതിയിലുള്ള ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് സാറിനെ ക്ഷണിച്ചുകൊണ്ട് നല്ല സുജിലും ഉൾപ്പെടെ ഒരു നല്ല രീതിയിലുള്ള ഉദ്ഘാടനമായിരുന്നു. എല്ലാവരും സന്തോഷത്തിനുള്ള ഉദ്ഘാടനമായിരുന്നു പ്രതീക്ഷിച്ചത്. നമ്മുടെ മിനിസ്റ്ററിനെ ഒരു യാത്രയോടനുബന്ധിച്ച് വരാൻ സൗകര്യമുള്ളവരാൻ
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.